ഹായ് ഗൈസ്, വെൽക്കം ടു കിസാൻ വാണി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ ഉണ്ടമുളകൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, നമ്മുടെ ഉണ്ടമുളകെല്ലാം പഴുത്ത് നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിത്ത് കൊടുക്കാൻ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ വിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കെല്ലാവർക്കും ഇപ്പോൾ വിത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ അവരുടെ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളിത് കൃഷി ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഗ്രോ ബാഗിൽ പോട്ടി മിക്സർ നിറച്ചാണ് നമ്മൾ കൃഷി ചെയ്തത്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സർ പിന്നെ ഉണ്ടാക്കുന്ന വിധം ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അറിയാൻ പാടില്ലാത്തവർക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പിന്നെ ഒരു 50% പൂഴി എടുക്കുക, നല്ല പൂഴി, നല്ല പൊടിയായിട്ടുള്ള നല്ല പൂഴി എടുക്കുക. ബാക്കി 50% ചാണകപ്പൊടി, കോഴിവളമോ, ബയോ കമ്പോസ്റ്റ്, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോട് നല്ലപോലെ പൊടിഞ്ഞത്, നല്ല മുട്ടത്തോട് പൊടിഞ്ഞതുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയോ നമ്മൾ വൈകിട്ടാണ് എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ ആദ്യം നമ്മുടെ നാടൻ മണ്ണിൽ കുറച്ച് അതിൻ്റെ ബേസിൽ നിറയ്ക്കുക. അതിന് ശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സർ അതിനകത്തോട്ട് നിറച്ചിട്ട്, അപ്പോൾ നമ്മൾ കിട്ടിയ വിത്ത് ആ കിളുത്തത് ഇതിനകത്തോട്ട് എടുത്ത് പാകുക. പാകിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 ദിവസമാകുമ്പോഴത്തേന് ഇത് പൂവിട്ട് തുടങ്ങും. അപ്പോൾ പൂവിട്ട് തുടങ്ങിയാൽ ഇത് നല്ല ഈൽഡാണ് ഈ മുളകിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു മാസം ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു 1000 രൂപ സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയ്ക്കും നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു മുളകാണ് ഈ ചുവന്ന ഉണ്ടമുളക്. കണ്ട, ഇത് നല്ല 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 ആരോഗ്യത്തോടു കൂടി നല്ല പച്ച കളറായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഓരോ കുത്തുപാട് വന്നിട്ടുണ്ട്. അപ്പം അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് നമ്മൾ ഈ മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് ചെറുതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സം സാൾട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിലൊരു 1 ഗ്രാം കലക്കി സ്പ്രേ ചെയ്താലും അത് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ സിഡോമോണസ് നമ്മളൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് ഒരു 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രോഗപ്രതിരോധ ശക്തിയും കിട്ടും. ഇതിന് രോഗപ്രതിരോധ ശക്തിയുള്ള മുളകാണ്. അപ്പോൾ ഇതിനൊരു പരിധിവരെ രോഗം വരാറില്ല. അപ്പോൾ രോഗപ്രതിരോധ ശക്തിയും കിട്ടും, ധാരാളം പൂക്കളും ഉണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ, മറക്കല്ലേ. താങ്ക് യു.